എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. 1200 മിഥുനമാസം 24-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള 8 ദിനങ്ങളിലേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാരണം മിഥുനമാസം 32-ാം തീയതി സംക്രമമാകുന്നു. പിന്നീട് കർക്കിടകം 1 ആരംഭിക്കുകയാണ്. അതായത് ജൂലൈ മാസം 17-ാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ സൂര്യനും വ്യാഴവുമുണ്ട്. 2-ാം ഭാവത്തിൽ ബുധനാണ്, 3-ാം ഭാവത്തിൽ ചൊവ്വ, കേതു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി മീനത്തിൽ, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാരം 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ശത്രുസംബന്ധമായ വളരെയധികം ബുദ്ധിമുട്ടുകൾ മിഥുനം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന വാരമാണ്. രിപോ ജായതേ വിഗ്രഹേണാഭി രാജാ ജിതാസ്തേഹി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഥാഗ്രേരയോ നിഷ്പ്രഭ ഭൂയസാബി. എന്നാലും ആ ശത്രുവിനൊക്കെ താൻ ജയിക്കും. പ്രതാപജ്വലോ മാതൃശീലോ തദ്വൽന. തൻ്റെ പ്രതാപം കൊണ്ട് താൻ ഉജ്ജ്വല സ്ഥാനത്തെത്തും. അമ്മയെ പരിചരിക്കേണ്ട ശീലം വളരെ കുറവാണ്. അതിനാൽ ഈ വാരം മാതാവിൻ്റെ അരിഷ്ടത വരും, ആരോഗ്യം കുറവ് വരും, മാതാവുമായി ബന്ധപ്പെടുന്ന ഭിന്നതകൾ വരാം കുടുംബത്തിൽ. അത് വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ മാതാവ് ശത്രുവായി വരുന്ന വാരമാകുന്നു, വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട വാരമാണ്. സമ്പത്ത് ധാരാളം വരുന്നൊരു സമയമാണ്. തനിക്ക് പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകാം. എഴുത്തുകുത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും കലാപരമായ വിഷയത്തിലൂടെയും ഒക്കെ തന്നെ പ്രശസ്തനാകേണ്ടുന്ന നല്ല സമയമാകുന്നു. 12-ൽ ശുക്രൻ നിൽക്കുന്നത് സധനോന്തിയ, ധനത്തോടു കൂടി ആളാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധനപരമായ വിഷയത്തിൽ ധാരാളം ഗുണം വരും. പക്ഷേ ആ ധനം, ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ഷുഡ് ബി വെരി കെയർഫുൾ. താൻ ഉപയോഗിക്കുന്ന കാശ്, ധനാധിപൻ നീചസ്ഥനായ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, 12-ൽ ശുക്രനാണ്. പലപ്പോഴും ധനം വരും, അത് പലപ്പോഴും വേറെ രീതിയിൽ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സാമ്പത്തിക വിഷയമാണ് ഏറ്റവും അധികം അച്ചടക്കം പാലിക്കേണ്ടത്. തൻ്റെ വാക്കിലൂടെ താൻ ആരെയും ശത്രുവാക്കരുത്. ഈ ഒരു വാരം വളരെ സെൻസിറ്റീവാവുക, വളരെ ഇമോഷണലാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വാരത്ത് ഉണ്ടാകാം. അതിനാൽ വളരെയധികം വാക്ക്, ധനം, ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. മിഥുനം രാശിക്കാർ ധാരാളം അവസരങ്ങൾ വരും. സന്താനങ്ങളുടെ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ വളരെ ഇമോഷണലാകേണ്ടി വരും. കാരണം സന്താനപതിയായ ശുക്രൻ 12-ൽ നിൽക്കുന്നു ബലവാനായിട്ട്. അതിനാൽ മക്കളുടെ പല തീരുമാനങ്ങൾ, അവർ നമ്മളുടെ തീരുമാനം മക്കളിൽ അടിച്ചേൽപ്പിച്ച അവർ നമ്മളുടെ ശത്രുവായി വരുന്ന വാരമാണ്. അതിനാൽ മക്കളുടെ കാര്യത്തിൽ അവരെ സ്വതന്ത്രമായി വിടുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമുക്ക് ആരോഗ്യപരമായ വിഷയത്തിൽ മാനസികമായ അസ്വസ്ഥത ഒഴിവാക്കാൻ ഈ സന്താനങ്ങളെ വിഷയത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. മിഥുനം രാശിക്കാർക്ക് പ്രത്യേകിച്ചിപ്പോൾ കണ്ടകശനിയുണ്ട്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാരക്കുരുതി, നാളികേരം കൊണ്ട് ശത്രുമുട്ടും ചെയ്യുക. അത് വളരെയധികം ഗുണകരമായി ഭവിക്കും. 3-ലെ ചൊവ്വ വരുമ്പോൾ പലപ്പോഴും താൻ വളരെയധികം ശക്തനായ കാര്യങ്ങൾ നീക്കുവാനുള്ള ഒരു കഴിവ് മിഥുനം രാശിക്കാർക്ക് സംജാതമാകുന്നതാണ്. അടുക്കളയിൽ പരിചയമില്ലാത്ത മിഥുനം രാശിക്കാരെ സ്ത്രീകൾ അടുക്കളയിൽ നിന്നും പൊള്ളലേൽക്കും, ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനാൽ വളരെയധികം സാരി, വസ്ത്രങ്ങൾ മുതലായി തീപിടിക്കുക, പെട്ടെന്ന് തീജ്വാല വന്ന് ബുദ്ധിമുട്ടുകൾ ശാരീരികമായി ഉണ്ടാവുക, ഇതൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തിയാൽ വളരെയധികം നന്ന്. ചെറിയ പരിഹാരങ്ങൾ മാത്രമേ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാർ പരിഹാരങ്ങൾ ചെയ്യുക, പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.